ഈ പാട്ട് പാടാൻ കഴിയാതെ പോയ ആ സമയത്ത് ഭയങ്കര വിഷമമാണോ? വാശിയായിരുന്നു, പാടിയെടുക്കണം. ഈ ക്യാൻസറിന് ഞാനിട്ട പേര് കഞ്ചു എന്നാണ്. ഞാൻ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, കഞ്ചു നീ പെട്ടിയും കിടക്കി എടുത്തോട്ട് പോയിക്കോ, നിന്നെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വരുന്നുണ്ട്. അടിപൊളി. ശരിക്കും ഈ സർവൈവൽ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ എല്ലാവരും ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന കാര്യത്തിലൊക്കെ മുൻപോട്ട് പോകുമ്പോഴും നമ്മൾ വീണു പോകുന്ന ഇടങ്ങളില്ലേ, നമ്മൾ ഡ്രോപ്പായി പോകില്ലേ, അപ്പോഴൊക്കെ എന്താ ചെയ്തത്? സ്വയം കൗൺസിൽ ചെയ്തോ? ഇല്ല, ഡ്രോപ്പായി പോയി എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നു, നമുക്കിപ്പോ ഇപ്പൊ തന്നെ എനിക്ക് പെയിൻ ഉണ്ട്. ഇപ്പൊ എനിക്ക് നെഞ്ച് ചെറിയ വലിയും, ഞരമ്പ് വലിയും ചില സമയത്ത്, ഇടയ്ക്കിടയ്ക്ക് കാലിലും കയ്യിലും നെഞ്ചിലും അവിടെയൊക്കെ ഞരമ്പ് വലിയും. ഇപ്പൊ ക്യാൻസർ പൂർണ്ണമായി മാറിയില്ലേ? ക്യാൻസർ പൂർണ്ണമായിട്ട് പോയി എന്നാണ് എന്റെ ഡോക്ടറെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞത്. എനിക്ക് അതിനെ കുറിച്ച് ഞാൻ ചോദിക്കാൻ പോകില്ല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു. പിന്നെ ഇതിനെ ഇനി നീ എന്തിനു ചെയ്യണം, നീ എപ്പം വരും, നീ എപ്പോ പോകും, ഇത്രയും ചോദ്യത്തിന്റെ ആവശ്യമില്ല. വരുമ്പോ വരട്ടെ, പോകുമ്പോ പോട്ടെ, അതിന്റെ ആവശ്യമില്ല. ആറ്റിറ്റ്യൂഡ് കൊള്ളാം. ഈ ക്യാൻസർ എന്ന് പറയുന്ന അസുഖത്തിനേക്കാളും പെയിൻ ഇതിന്റെ മെഡിസിൻ ആണ്. ഇതിനെടുക്കുന്ന മെഡിസിന്റെ പെയിൻ പുറത്ത് പറഞ്ഞു തരാൻ അറിയത്തില്ല. കാരണം ഒന്ന് ഭയങ്കര ചൂടാണ്, ഉള്ളു കത്തണ ഫീലാണ്. പിന്നെ രണ്ട്, ഈ ചില സമയത്ത് മണലിലൊക്കെ കിടന്ന് ഉരുളാൻ തോന്നും എന്ന് പറയില്ലേ, പുഴുപിടയ്ക്കണ ആ ഒരു ഫീലാണ്. അകത്ത് വെയിനൊക്കെ, അത് ആർക്കും ആ ഒരു അനുഭവം ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഞാൻ ആ സമയത്ത് ചിന്തിച്ചത്, ഈ ഒരു പ്രായത്തിൽ ഈ ഒരു അസുഖം വന്നത് എൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കണ്ടത്. എനിക്ക് എൻ്റെ പെയിൻ എന്താണെന്നും ഡോക്ടേഴ്സിൻ്റെ അടുത്തായാലും നഴ്സുമാരുടെ അടുത്തായാലും പറഞ്ഞു കൊടുത്തിട്ട് അതിനുള്ള മെഡിസിൻ എടുക്കാം, ആ പെയിൻ മാറാനുള്ള മെഡിസിൻ എടുക്കാം. അതേസമയം 6 മാസമുള്ള കുഞ്ഞു ബാവ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ചിന്തിച്ചത്. അപ്പം ഞാൻ ഭാഗ്യമായിട്ടേ കണ്ടിട്ടുള്ളൂ. കരയരുത് എന്ന് എപ്പോഴും നിർദ്ദേശിക്കാറുണ്ട്. അവനി സംസാരിക്കുമ്പോഴൊക്കെ കരയരുത് എന്നുള്ളൊരു സന്ദേശം കൂടെയുണ്ട്. ചിരിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഈ മണലിൽ ഉരുളാൻ തോന്നുന്ന വേദനയുള്ളപ്പോഴും അതിനെക്കുറിച്ച് പറയുന്നതും ചിരിച്ചുകൊണ്ടാണ്. ഇതെങ്ങനെയായിരിക്കും ഇവള് പഠിച്ചിട്ടുള്ളത്? അവള് കരഞ്ഞ് ഞങ്ങൾ കണ്ടിട്ടില്ല. ഇപ്പൊ കരയും. ഇപ്പൊ ഒന്ന് പറഞ്ഞ് രണ്ടിന് പെട്ടെന്ന് സങ്കടം വരും. കാരണം അത് മെഡിസിന്റെ ഇതൊക്കെ ഇപ്പോഴും അത് പോവാൻ ഇച്ചിരി സമയം എടുക്കും. ഈ അസുഖം എന്നും പറഞ്ഞ് അതിനെക്കുറിച്ച് ചിന്തിക്കേ, അല്ലെങ്കിൽ എനിക്ക് എന്താണ് അസുഖം എന്ന് ചോദിക്കേ, അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേ ഒന്നും ഞങ്ങൾ കണക്ക് ചെയ്തിട്ടില്ല. ഇവളുടെ ഉള്ളിൽ എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ അതെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞങ്ങള് കണക്ക് ഇതുവരെയും അയ്യോ എനിക്ക് ക്യാൻസർ ആണ് എന്നൊരു ചിന്തയിലൊരു ക്യാൻസർ ആണെന്നല്ല, വേറൊരു കാര്യത്തിനും കരഞ്ഞു. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, സാധാരണ ഒരു ക്യാൻസർ പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് തുടങ്ങി കഴിഞ്ഞാൽ അവർ സൈക്യാട്രി വിഭാഗത്തിൽ കൊണ്ടുപോകും. കൗൺസിലിംഗ് വേണ്ടി വരും. കൗൺസിലിംഗ് വേണ്ടി വന്നിട്ടില്ല അവർക്ക്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൗൺസിലിംഗ് എവള് തരിയിച്ച് ഡോക്ടർ വന്ന് എവളുടെ സംസാരിച്ചിട്ട് സൈക്യാട്രി വിഭാഗത്തിൽ നിന്ന് ആള് വന്നിട്ട് നമ്മളെ പുറത്താക്കിയിട്ട് എവിടെ കയറി. സാധാരണ ഒരു സൈക്കാട്രി കയറി 1/2 മണിക്കൂർ 1 മണിക്കൂർ സംസാരിക്കും. കയറി ആ സെക്കൻഡ് തിരിച്ചിറങ്ങി നിങ്ങൾ രണ്ടുപേരും എന്റെ ക്യാബിനിൽ വരാൻ. ഒറ്റ സെക്കൻഡ്.